ഹലോ ഗൈസ്, അപ്പോൾ ഇത് ഞാൻ അന്ന് ആക്കിയ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, വിൻറ്റേജ് ജേർണൽ സെറ്റ് മേക്കിംഗ് ആഫ്റ്റർ എഫക്റ്റ് എന്ന് ഒരു ട്രാൻസിഷൻ വീഡിയോ ആയിരുന്നത്. അപ്പോൾ അതിലാക്കിയ ജേർണൽ സെറ്റാണ് ഇത്. അപ്പോൾ ആ ജേർണൽ സെറ്റിൻ്റെ എന്തൊക്കെയുണ്ട് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. ഞാനിത് ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതാണ് എനിക്ക് പറ്റിയത്. വലിയൊരു അബദ്ധമാണെന്ന് എനിക്കും അറിയാം. ഞാനത് ഉണ്ടാക്കുന്നത് അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വേറൊരു കാര്യം, ഇത് ഞാനായിട്ട് കുത്തിയിരുന്ന് കണ്ടുപിടിച്ച സംഭവം എന്നല്ല, ഞാൻ കടൽ ക്ലൗഡ് ഇൻസ്പയർഡായിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം എന്നുള്ളത് എനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ലല്ലോ. ഉണ്ടാക്കി നോക്കണം എന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാനിത് ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നിങ്ങളിത് ഉണ്ടാക്കി നോക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പരമാവധി ഇത് പറ്റുന്നവർക്ക് കണ്ടിട്ട് ചിലപ്പം മനസ്സിലാവുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഉണ്ടാക്കി നോക്കാം. പിന്നെ ചിലതൊക്കെ ഞാനിതിൽ ഗ്ലാസ് ഷീറ്റ് എൻ്റെ അടുത്ത് അധികം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചിലതൊക്കെ പേപ്പർ ഇങ്ങനെ മടക്കിയിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഇട്ടിട്ട് സ്റ്റാപ്ലർ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അത് കാണാൻ പറ്റത്തില്ല ചിലവർക്ക്. ഇത് കാണാൻ പറ്റാത്തവർക്കാണെങ്കിൽ ഞാൻ ഒരു ഇത് പറയാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇത് വെച്ചിട്ട് ജേർണൽ ചെയ്യുമല്ലോ, ആ സമയത്ത് അതിൽ എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ ഞാൻ ഒരു ഡീറ്റെയിൽ ആയിട്ട് അതൊക്കെ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇത് മൊത്തം ചെരിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് കാണുന്നത് ഈ വീഡിയോ. ഞാൻ അങ്ങനെ എടുത്തതല്ല ഗൈസ്, ഞാൻ നേരെയാക്കി എടുത്തതാണ്. പക്ഷെ ഇതെന്താ വെർട്ടിക്കുലറായി പോയതെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ചെരിഞ്ഞ് പോയതെന്ന്. അതായത് ഞാൻ കോഫി പൗഡർ വെച്ചിട്ട്, പഴയ ഒരു കോഫി പൗഡർ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്, എക്സ്പയറി കഴിഞ്ഞതാണെന്ന് തോന്നുന്നു. ഏതോ ഒരു ഡപ്പയിലൊക്കെ ഇട്ട് വെച്ചതാണ്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് വെള്ളത്തിൽ കലക്കി അടിച്ചു കൊടുത്തതാണ് A4 ഷീറ്റിന്. എന്നിട്ടാണ് ഈ ബുക്ക് ആക്കിയിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ബുക്ക്. ഞാൻ ഇതാക്കിയ സമയത്തൊക്കെ എപ്പോൾ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എപ്പോൾ ഞാനിത് എടുത്തിട്ട് നടക്കലാണ് എൻ്റെ പരിപാടി ഉണ്ടായിരുന്നത്. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നിങ്ങൾ എത്ര പേജസ് ഉള്ളതാണെങ്കിലും ഒരു 300 അബോവ് ഒക്കെ വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു A4 ഷീറ്റ് വെച്ചാക്കുന്നവരാണെങ്കിൽ, ബണ്ട് ഉള്ള A4 ഷീറ്റ് ഉള്ളവരാണെങ്കിൽ അത്രയൊന്നും പൈസ ആകത്തില്ല. ഒരു കുറച്ച് പേജസ് എടുത്ത് കഴിഞ്ഞാൽ, അല്ല 1 രൂപയ്ക്ക് മേടിക്കുന്നവരാണെങ്കിലും ഓക്കെയാണ്. അപ്പോൾ ആ ഒരു ബുക്ക് ഉണ്ട് ഇതിൽ. ഞാൻ പറഞ്ഞ 1 രൂപയ്ക്ക് മേടിക്കുന്നവരാണെങ്കിലും അത് അത്ര പൈസയൊന്നും ആകത്തില്ല. ഓൺലൈനിൽ നിന്ന് ബുക്ക് വാങ്ങുന്ന അത്ര പൈസയൊന്നും ആകത്തില്ല എന്തായാലും. പിന്നെ ആ ബുക്ക് കൂടാതെ ഇതിൽ കുറേ പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ട്. കുറേ പാറ്റേൺ പേപ്പേഴ്സ് ആക്കിയിട്ടുണ്ട് ഗൈസ് ഞാനിതിൽ. കുറേ നല്ല ഒരു 10 എണ്ണത്തിൻ്റെ അടുത്ത് ഞാൻ ആക്കിയിട്ടുണ്ടാവും. ഇതൊന്ന് ഈ ഒരു കുപ്പിയുടെ അടപ്പ് വെച്ചിട്ടാക്കിയതാണ്. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ. പിന്നെ ഇത് ആൽക്കഹോൾ തന്നെയാണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. മാർക്കറിൻ്റെ അടപ്പ് വെച്ചിട്ടാക്കിയതാണ്. ഇത് പിന്നെ സാധാരണ വരച്ചെടുത്തു. ഇതൊക്കെ വാട്ടർ കളറും കോഫി പൗഡറൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ പെന്നും അങ്ങനത്തെ അല്ല. പിന്നെ ഇത് ഞാൻ വാട്ടർ കളർ വെച്ച് അടിച്ചിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ്. ക്രഷ്ഡ് പേപ്പേഴ്സ്. വാട്ടർ കളറാണോ കോഫി പൗഡറാണോ എന്ന് ഓർമ്മയില്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ബ്രൗൺ കവറില്ലേ, അത് ഞാനിങ്ങനെ മുറിച്ചെടുത്തതാണ്. ഇത് ഏതോ ഒരു പഴയ ബുക്കിൽ നിന്ന് ഞാൻ മുറിച്ചെടുത്തതാണ് കേസ്. എഴുത്തുള്ള പേജസ് എവിടെ നിന്നെന്ന് എനിക്ക് ഓർമ്മയില്ല. ഏതോ ഒരു പഴയ ബുക്കിൽ നിന്ന് എടുത്തതാണ്. ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ, ഇങ്ങനത്തെ 4 എഴുത്തുള്ള പേപ്പേഴ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ പാറ്റേൺ പേപ്പേഴ്സ് ഇത്രയേ ഉള്ളൂ. ഇതിൽ പരമാവധി കാര്യങ്ങൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പരമാവധി കാര്യങ്ങൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉള്ളതൊരു ബട്ടർഫ്ലൈ സ്റ്റിക്കേഴ്സാണ്. ഇത് ഇങ്ങനത്തെ 2-3 എണ്ണമാണ് ഞാൻ ഗ്ലാസ് ഷീറ്റിൽ ഒട്ടിച്ച. ബാക്കി എൻ്റെ അടുത്ത് ഗ്ലാസ് ഷീറ്റ് ഉണ്ടായിരുന്നില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഒരു ബുക്ക്, ആ ബുക്കിൽ ഞാൻ ബട്ടർഫ്ലൈ വരച്ചിട്ട് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. പിന്നെ ഇനി എന്താ, പിന്നെ ഉള്ളത് കുറച്ച് ഫ്രെയിംസാണ്. ഇതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ അടുത്ത് ഗ്ലാസ് ഷീറ്റ് കുറവായതുകൊണ്ട് ഞാൻ ഇങ്ങനെ സ്റ്റാപ്ലർ അടിച്ച് വെച്ചിട്ടുള്ളത് എന്ന്.
അതുകൊണ്ട് നിങ്ങൾക്ക് പല സാധനങ്ങളും കാണാൻ പറ്റത്തില്ല. അത് ഞാനൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇതൊക്കെ പൊളിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ലേബൽസ് ഉണ്ട്. നേരത്തെ ഫ്രെയിംസ് ആയിരുന്നു, ഇത് ലേബൽസാണ്. അടുത്തതെന്ന് പറയുന്നത് ബേൺഡ് പേപ്പേഴ്സാണ്. ബേൺഡ് പേപ്പേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഇതിൽ. ഞാൻ ആ കടൽ ക്ലൗഡിൽ ആര്യ ചേച്ചി ചെയ്തേക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ സംഭവങ്ങളും ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ ഫിലിം സ്ട്രിപ്സ് ഉണ്ട്. അതിൽ ആ രണ്ടാമത് കാണിക്കുന്ന സ്ട്രിപ്സിന് ചെറിയ ചെരിവുണ്ട് കേട്ടോ വരയ്ക്ക്. അത് പിന്നെ ഞാൻ വരയ്ക്കുമ്പോൾ എന്തൊക്കെയോ ആലോചിച്ച് വരച്ചിട്ട് ചെരിഞ്ഞതാണ്. നിങ്ങൾക്ക് ഏറ്റവും എൻഡിൽ കാണാം. കണ്ടോ വരയ്ക്കൊരു ചെരിവ്. അതൊക്കെ ചെരിഞ്ഞതാണ്. അതുകൊണ്ടാണ് ഞാനത് സ്പീഡിൽ കാണിച്ചിട്ട് വിടുന്നത്. പിന്നെ ഇതാ കോട്ട് ലേബൽസ് ഉണ്ട്. അത് ഞാൻ വിൻറ്റേജ് എന്ന് വെറുതെ എഴുതി കൊടുത്തതാണ്. പിന്നെ എന്താ പറയുക, അതിൻ്റെ ബാക്കിൽ ആ കറ നിങ്ങൾ കരിയാക്കണ്ട. ഞാൻ ഇതുപോലെ കോഫി പൗഡർ വെച്ച് ചെയ്യുമ്പോൾ ആ കോഫി പൗഡർ ഉണ്ടായിരുന്ന പാത്രത്തിന് മുകളിലേക്ക് ജസ്റ്റ് ഇതൊന്ന് വെച്ച് പോയി അറിയാതെ. അതാണ് സംഭവിച്ചത്. അപ്പോൾ കോട്ടൺ ലേബൽസ് ഉണ്ട്. ഇതെന്ന് പറയുന്നത് ആ ആര്യ ചേച്ചി പറയുന്നത് പോലെ ഞാൻ ഒട്ടിച്ചിട്ടുള്ളതാണ്. ഫെവിസ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് എൻ്റെ ബാക്കിലാക്കിയിട്ട് ഗ്ലാസ് ഷീറ്റിലാണെങ്കിലും സെല്ലോ ടാപ്പ് ഒട്ടിച്ച പേപ്പറിലാണെങ്കിലും ഒട്ടിച്ചിട്ട് നമുക്കത് ആവശ്യാനുസരണം പറിച്ചെടുത്തിട്ട് ബാക്കിൽ കുറച്ച് വെള്ളമാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഒട്ടും കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചത് ആ ഇതുണ്ടായിരുന്നില്ലേ, എന്താ പറയുക, സ്റ്റാമ്പ് എന്ന് പറയുന്നത് അത് ഞാൻ കട്ട് ചെയ്തപ്പോൾ ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതങ്ങനെ മുറിച്ചിട്ടുള്ള സ്റ്റാമ്പാക്കിയതാണ്. പിന്നെ ഇത് ഒറിജിനൽ സ്റ്റാമ്പ് തന്നെ ഞാനിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. നല്ല അധികം അതിലുള്ള പാറ്റേൺസ് തന്നെയാണ് കേസ് ഞാൻ കോപ്പി എടുത്തിട്ടുള്ളത്. ബാക്കി പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടത്, അതുകൊണ്ടാണ് അത് ബഗഡായിട്ടുണ്ടാവും. ഇതെന്ന് പറയുന്ന വാഷി ടേപ്പൊക്കെ ആദ്യം കാണിക്കേണ്ട സാധനമാണ്. അത് ഞാൻ ഏറ്റവും അവസാനമാണ് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ അന്നേ ആക്കി വെച്ചത് കൊണ്ട് തന്നെ അടിയിലായി പോയിട്ടുണ്ടായിരുന്നു, ഇളകിയിട്ട് ഇങ്ങനെ ഇങ്ങോട്ടൊക്കെ ആയിട്ട് അടിയിലെത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആദ്യം കാണിക്കേണ്ടതൊക്കെ അവസാനം കാണിക്കുന്നത്. ഇതാണ് അടുത്തത്. ഞാൻ എഴുതിയിട്ടുള്ള ഒരു വാഷി ടേപ്പ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ഗ്രിഡ് വരച്ചിട്ടുള്ള വാഷി ടേപ്പ് ആക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ കാണുന്നില്ല കേസ് ഇതിൽ. അത് ഞാൻ താഴെ പിടിച്ചിട്ടാക്കിയതുകൊണ്ട് തന്നെ ഗ്രിഡ് വരച്ചിട്ടുള്ളത് സാധാരണ ഒരു വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് പെന്നോട് ഗ്രിഡ് വരച്ചതാണ് കേട്ടോ. എന്നിട്ടത് റോൾ ചെയ്തെടുത്തതാണ്. അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. പിന്നെ ഇതാ നേരത്തെ സ്റ്റാമ്പിൽ കാണിക്കാൻ വിട്ടുപോയതാണെന്ന്. പിന്നെ കോയിൻ സ്റ്റിക്കേഴ്സ് ഉണ്ട് ഇതിൽ. എന്താ ഗൈസ്, കോയിൻ സ്റ്റിക്കേഴ്സ് ഇത് കോയിൻ്റെ മുകളിൽ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ കളർ ക്രയോൺസ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു രൂപത്തിൽ വരും. പിന്നെ അത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിക്കാം. പിന്നെ ഫ്ലവർ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് പിൻട്രസ്റ്റിലും ഗൂഗിളിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ വിൻറ്റേജ് ഫ്ലവർ സ്റ്റിക്കേഴ്സ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒക്കെ വരും. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വരച്ചെടുത്താൽ മതി. കോപ്പി പേസ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല. സാധാരണ ഹാൻഡായിട്ട് വരച്ചെടുത്താലും മതി, ഫ്രീ ഹാൻഡായിട്ട് വരച്ചാലും മതി. പിന്നെ ഇത് ഞാൻ ആ ബുക്കിൻ്റെ കവറിലാക്കിയതിൽ ചെറിയൊരു ഭാഗം ബാക്കിയുണ്ടായത് ഞാൻ അതിലെടുത്ത് വെച്ചതാണ്, എന്തെങ്കിലും ജേണലൊക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. ഇത്രയും സംഭവമാണ് ഗൈസ് നമ്മുടെ ജേണൽ സെറ്റിലുള്ളത്. വെറും ജേണൽ സെറ്റല്ല, വിൻറ്റേജ് ജേണൽ സെറ്റിലുള്ളത്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഈ ഒരു ബുക്കും ഈ ഒരു സെറ്റും ഒക്കെ. ഇത് ഉപയോഗിച്ചിട്ടുള്ള ജേണൽ വീഡിയോസൊക്കെ ഉടനെ വരുന്നതായിരിക്കും. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. നമ്മളിനി പെട്ടിയൊക്കെ അടച്ചിട്ട് പോകട്ടെ, എങ്ങോട്ടെങ്കിലും പോകട്ടെ കേട്ടോ. ബൈ.